ഞാനിപ്പോൾ ഒരു കൊച്ചി ഷോറൂമിലാണ് നമ്മുടെ റോയൽ ഡ്രൈവിൻ്റെ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ വാങ്ങിയ പുതിയൊരു വണ്ടി കേട്ടോ. ഇതേപോലെ വീഡിയോസ് ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? എന്നുവെച്ചാൽ എല്ലാവരും ഒരു യൂസർ കാർസിൻ്റെ ഷോറൂമിൽ നിന്ന് അവർ പർച്ചേസ് ചെയ്യുന്ന വാഹനങ്ങൾ ഡെലിവറി എടുക്കുന്ന വീഡിയോസ്, കേക്ക് കട്ടിങ്ങും അതുപോലെ ബലൂണും ഒരുപാട് ഫ്രണ്ട്സും ക്യാമറമാനും സ്റ്റാഫൊക്കെ ആയിട്ട് അടിപൊളി വീഡിയോസ്. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഒരു വാഹനം എങ്ങനെയാണ് ഇവിടെ എത്തുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ അവിടുന്ന് വാങ്ങുന്ന വാഹനങ്ങൾ എങ്ങനെയാണ് ആ ഒരു ഷോറൂമിൽ എത്തുന്നതെന്നുള്ളത് അതൊരു കഥ കേട്ടോ, ഒരു അടിപൊളി കഥയാണ്. ആ കഥയാണ് ഞാനിന്ന് പറയാൻ പോണത്. കേരളത്തിൽ ആരും പറയാത്ത ഒരു കഥ. എൻ്റെ ഒരു പ്രസാദ് എന്നാണ്. ഞാൻ എടപ്പള്ളിയിലാണ് താമസിക്കുന്നത്. ഭാര്യയും 2 ആൺകുട്ടികളാണ് എനിക്കുള്ളത്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ റോയൽ ഡ്രൈവിലാണ് വർക്ക് ചെയ്യുന്നത്. പർച്ചേസ് സെക്ഷനാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എന്നെപ്പോലെ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി തൊഴിലാളികളുണ്ട്. ഈ വീഡിയോയിലൂടെ ഞങ്ങളെപ്പോലത്തെ ആൾക്കാരുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കാണിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ ഒരു ദിവസത്തെ അനുഭവമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. നമസ്കാരം ഗൈസ്, എല്ലാവർക്കും. നമ്മൾ ഇന്നുള്ളത് പ്രസാദേട്ടൻ്റെ കൂടെ കേട്ടോ. നമ്മുടെ നാട്ടിൽ നമ്മൾ അറിയാത്ത ഒരുപാട് തൊഴിൽ മേഖലകളുണ്ട്. അങ്ങനെ പെട്ട ഒരു തൊഴിൽ മേഖലയാണ് പ്രസാദേട്ടൻ്റെ. സോ ഇന്ന് നമ്മൾ പ്രസാദേട്ടൻ്റെ കൂടെ ഒരു ദിവസം യാത്ര ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് കാണാൻ പോകുന്നത്. ഈ ജോലി ഞങ്ങൾക്ക് പ്രത്യേക സമയമില്ല. രാവിലെ ഇന്ന് ഉച്ചയ്ക്കൊന്നോ രാത്രിയൊന്നും ഇല്ല. കസ്റ്റമർ ഏത് സമയത്ത് നമുക്ക് അപ്പോയിൻറ്റ് വരുന്നു ആ സമയത്ത് നമുക്ക് കസ്റ്റമർ അടുത്ത് പോകേണ്ടി വരും. മല്ലുവായി ചോദിച്ച പോലെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് ഏതെങ്കിലും വണ്ടി എടുക്കാൻ പോയപ്പോൾ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും. ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാത്തൊരു സംഭവമാണ് ഒരു XC60 എടുക്കാൻ പോയത്. വോൾവോയുടെ XC60. കസ്റ്റമറോട് സംസാരിച്ചു, വണ്ടി വാല്യൂഷൻ ചെയ്തു, എല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് ഞാൻ അതിൻ്റെ ഹിസ്റ്ററി ചോദിച്ചു. അദ്ദേഹം അതിൻ്റെ ഹിസ്റ്ററി പ്രൊവൈഡ് ചെയ്തു. ഹിസ്റ്ററി വായിച്ചു നോക്കി, യാതൊരു കുഴപ്പമില്ല. അങ്ങനെ എനിക്ക് വീണ്ടും എന്തോ ഡൗട്ട് തോന്നി. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ആ വണ്ടിക്ക് ഏകദേശം 18 ലക്ഷം രൂപയുടെ ക്ലെയിം ഉണ്ടാകും. ആ ഹിസ്റ്ററിയുടെ ബാക്കി ഭാഗം അദ്ദേഹം എഡിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് തന്നത്. മെയിൻ ഭാഗം ഇല്ലാണ്ട് എനിക്ക് തന്ന ഹിസ്റ്ററി എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരിക്കലും മറക്കാത്ത ഒരു വണ്ടിയുടെ ഇവാലുവേഷൻ ആയിരുന്നത്. ഈ ഒരു കാരണത്താൽ ഞങ്ങൾ ആ വണ്ടി റിജക്റ്റ് ചെയ്തു. അന്ന് ഞങ്ങൾ തീരുമാനിച്ചു, ഇനി ഒരു അനുഭവം ആർക്കും ഉണ്ടാകരുത്. ഇനി പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തവും സ്പഷ്ടമായി നോക്കിയതിന് ശേഷം മാത്രമേ ഒരു പർച്ചേസ് എന്ന പ്രൊസീജിയറിലേക്ക് പോകുള്ളൂ ഞങ്ങൾ അന്ന് തീരുമാനിച്ചു. ഓരോ വണ്ടി കാണാൻ പോകുമ്പോഴും ഇപ്പോൾ വണ്ടിയുടെ അടുത്ത് എത്താറാകുമ്പോൾ എന്തെങ്കിലും ഫീൽ വരും മനസ്സിൽ? പിന്നെ നമ്മൾ കാണാൻ പോകുന്ന വണ്ടികളുടെ ക്വാളിറ്റി അതെല്ലാം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരും. നല്ല കാര്യങ്ങൾ എടുക്കാൻ പറ്റണം. നമ്മുടെ ഡ്രീമിലേക്ക് നമ്മൾ ഒരു ദിവസം യാത്ര ചെയ്യുമ്പം ഉള്ള പല ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അത് വണ്ടി പർച്ചേസ് ചെയ്യുക എന്നുള്ള ആ ഒരു അനുഭവം വരുമ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിലേക്കൊരു ഹാപ്പി വരുന്നത്. ജോലിയുടെ ഭാഗമായിട്ട് കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും ഞങ്ങൾ യാത്ര ചെയ്യാറുണ്ട്. കൂടാതെ ഡൽഹിയിലും ബോംബെയിലും മറ്റു സംസ്ഥാനങ്ങളിലും കസ്റ്റമറുടെ അപ്പോയിൻമെൻറ്റ് അനുസരിച്ച് ഞങ്ങൾ പോകാറുണ്ട്. നമ്മൾ ആദ്യത്തെ വണ്ടി ഇൻസ്പെക്ഷൻ വന്നിട്ടുള്ളത് എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറഞ്ഞത് നമ്മൾ വണ്ടി വാങ്ങാൻ ഒരുപാട് പോയിട്ടെങ്കിൽ വണ്ടി ഇതേപോലെ കസ്റ്റമറുടെ അടുത്ത് വാങ്ങാൻ ആദ്യമായിട്ട് വരുന്നത്. അപ്പം ഇതാണ് സാധനം, ഇതാണ് നമ്മുടെ പണിയായുധം. നമ്മൾക്ക് പണിയായതൊക്കെ ഉണ്ടോ? പിന്നെ നമുക്ക് നോക്കണ്ടേ വണ്ടികളുടെ എങ്ങനെ ക്വാളിറ്റിയൊക്കെ അറിയണ്ട, വണ്ടി എങ്ങനെ സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ നോക്കുന്നത്. ഈ ബാഗ് ഉണ്ടല്ലോ, ഇതാണ് ഞങ്ങളുടെ പണിയായുധം. ഡോക്ടറുടെ കയ്യിലെ സ്റ്റെതസ്കോപ്പ് പോലെ, ആശാരിമാരുടെ കയ്യിലുള്ള ഉളി പോലെ നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ ഞങ്ങൾക്ക് എടുക്കാൻ സാധിക്കും.
നമ്മൾ ഏകദേശം ഒരു വണ്ടി ചെക്ക് ചെയ്യുമ്പോൾ ഒരു 400-450 ചെക്ക് പോയിന്റ്സ് ഉണ്ട് നമുക്ക്. 450 ചെക്ക് പോയിന്റ്സോ? നമ്മൾ നോക്കുന്നത് കാറ്റുണ്ടോ, പെട്രോൾ ഉണ്ടോ, എഞ്ചിൻ ഉണ്ടോ അല്ലേ? ഞങ്ങൾ തികച്ചും വ്യത്യസ്തമായി നോക്കുന്നവരാണ്. നമുക്ക് 400-450 ചെക്ക് പോയിന്റ്സ് ഉണ്ട്. ഈ ചെക്ക് പോയിന്റ്സ് നമുക്ക് സ്വീകാര്യമായി മാത്രമേ നമ്മളൊരു പർച്ചേസ് എന്ന ഒരു സെക്ഷനിലേക്ക് നമ്മൾ മുമ്പോട്ട് പോകുള്ളൂ. അതിന് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ടൂൾസ് ആണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ സാർ നമ്മളൊരു വണ്ടിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ എന്താണ് നോക്കുക? നമ്മൾ നോർമലി നോക്കുന്നത് വണ്ടിയുടെ എഞ്ചിൻ റൂമാണ് നോക്കുന്നത്. ഓക്കെ. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും സ്ട്രക്ചറൽ ഡാമേജ് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ഓക്കെ. അപ്പോൾ പിന്നെ പെയിന്റ്സിന്റെ സാധനങ്ങളൊക്കെ നോക്കണം. ഓക്കെ. അപ്പോൾ നമുക്കിപ്പോൾ ആദ്യം നമുക്ക് വണ്ടിക്ക് എന്തെങ്കിലും സ്ട്രക്ചറൽ ഡാമേജ് ഉണ്ടോ എന്ന് ആദ്യം നമുക്ക്. ഓക്കെ. അതിൽ ഈ മെഷീൻ എന്തെങ്കിലും ഉണ്ടോ? അത് നമുക്ക് പെയിന്റിന്റെ ഡെപ്ത് നോക്കാനുള്ള സംഭവമുണ്ട്. പെയിന്റ് ഉണ്ടെങ്കിൽ അപ്പോൾ റീപെയിന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ എത്ര ഡെപ്തിലാണ് പോയിരിക്കുന്നത് നമുക്ക് അറിയാം. അപ്പോൾ അത് ആ സാധനം നമുക്ക് ഫസ്റ്റ് ഒന്ന് പെയിന്റ് നോക്കാം അല്ലേ? ആയിക്കോട്ടെ. ഓക്കെ. ഓക്കെ. അപ്പോൾ ഇതാണ് നിങ്ങൾ പറഞ്ഞ സാധനം. ഇതാണ് നമ്മൾ പറഞ്ഞ പെയിന്റിന്റെ നോക്കുന്ന ഡെപ്ത് നോക്കുന്ന സംഭവം. ഓക്കെ. ഇത് കണ്ടോ നിങ്ങൾ ഒരു G-Tech എന്ന് പറഞ്ഞൊരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്. എന്താ എനിക്കറിയില്ല. അപ്പോൾ ഇതിൽ നമ്മളെങ്ങനെയാണ് പെയിന്റ് ഡെപ്ത് കാണിച്ചു തരാം. ഞാൻ സൈഡിന്റെ ഡോറിന്റെ സൈഡ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അത് നോക്കാം. ഇതിപ്പോൾ കണ്ടു, ഇപ്പോൾ 110 റീഡിങ് കാണിക്കും. ഓക്കെ. അപ്പോൾ അതിന്റെ അർത്ഥം ഇവിടെ പെയിന്റിങ് വന്നിട്ടുണ്ട്. ഈ റൂഫിലൊക്കെ പെയിന്റിങ് വരണമെന്നുണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. കാര്യം നോർമൽ ഡോറിന്റെ ഇവിടെയൊക്കെയാണോ നമുക്ക് നോർമൽ സ്ക്രാച്ചസ് തരാം. പക്ഷേ ഇവിടെ ഒരു പെയിന്റ് വരണമെന്നുണ്ടെങ്കിൽ ഇത്രയും മുകളിലേക്കൊരു എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പെയിന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ സ്ട്രക്ചറൽ ഡാമേജ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് നെഗറ്റീവ് വന്നു. എന്നപ്പോൾ തന്നെ എനിക്ക് കുറച്ച് റീപെയിന്റ് ചെയ്തായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് ഇനി ഈ വണ്ടിക്ക് സ്ട്രക്ചറൽ ഡാമേജ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫർദറിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം, ഡോറിൻ്റെ നോക്കാം. ഡോർ റീപെയിന്റ് ഉണ്ടോ, അത് ഇവിടെ ഡോർ അഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഡോറ് അഴിച്ച് പണിതിട്ടുണ്ട്, നല്ലപോലെ പെയിന്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്ന ഈ ഡോറ് പണിത് ഊരി മാറ്റി പെയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്തോ സ്ട്രക്ചറൽ ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബൂട്ട് നോക്കാം. ബൂട്ട് നമുക്ക് തുറന്നു നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമുക്കിത് കസ്റ്റമർ ഉപയോഗിച്ച് കൊടുക്കുന്നത് കസ്റ്റമർ എന്തോ ട്രാവലുമായിട്ട് വന്നാൽ തോന്നുന്നു. നമുക്ക് നോക്കാം. ഇവിടെയൊക്കെ വർക്ക് നടന്നിട്ടുണ്ട്. ഈ കോർണറിലൊക്കെ ഇവിടെയൊക്കെ വർക്ക് നടന്നിട്ടുണ്ട്. ഇത് പേസ്റ്റിംഗ് പൊട്ടിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള വണ്ടികൾ സ്ട്രക്ചറൽ ഡാമേജ് സംഭവിക്കുന്നത്. അങ്ങനെ സ്ട്രക്ചറൽ ഡാമേജുള്ള വണ്ടികൾ നമ്മൾ പൊതുവെ പർച്ചേസ് ചെയ്യില്ല. അപ്പോൾ ഇത് ബാക്കിലും സൈഡിലൊക്കെ നല്ലൊരു വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, റൂഫിൻ്റെ മുകളിലും പെയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിക്ക് എന്തെങ്കിലും മാനുവൽ സ്ട്രക്ചർ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഞ്ചിൻ പൊക്കി നോക്കേണ്ട ആവശ്യമില്ല. ഇത് അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ പുറമേ നിന്ന് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഈ വണ്ടി നമുക്ക് നമ്മുടെ ക്വാളിറ്റിക്ക് എടുക്കാൻ പറ്റാത്തൊരു വണ്ടി നമുക്ക് മനസ്സിലാവുണ്ട്. നമ്മൾ ഇത് ഇവിടെ തന്നെ ഡ്രോപ്പ് ചെയ്യുകയാണ്. നമ്മൾ ഫസ്റ്റ് വണ്ടി അങ്ങനെ റിജക്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ? രാവിലെ വണ്ടി കണ്ടു. പെട്രോൾ പൈസ ഒക്കെ നഷ്ടം, നഷ്ടമാണ്, സമയം നഷ്ടം ഒക്കെ നഷ്ടമാണ്. പക്ഷെ വന്നു വണ്ടി കണ്ടു എന്നതിന് നമുക്ക്. ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന വണ്ടി നമ്മളിനി കാണാൻ പോകുന്ന വണ്ടി Audi A6 ആണ്. Audi A6. ഓക്കെ. ഓടിയെങ്കിലും നമുക്ക് നടക്കും നോക്കട്ടോ. ഓക്കെ. എങ്ങനെയാണ് ചെയ്യുക? എൻക്വയറി ചെയ്യുന്നപ്പോൾ നമുക്ക് ഇതിന് വേണ്ടി നമുക്ക് റോയൽ തന്നെ സ്വന്തമായിട്ട് ആപ്പ് ഉണ്ട്, ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്. എൻക്വയറിക്ക് വേണ്ടി ആപ്ലിക്കേഷൻ ഉണ്ട്. പണ്ട് കാലങ്ങളിൽ ഞങ്ങൾ വണ്ടിക്ക് വേണ്ടി അങ്ങോട്ട് പോകുമായിരുന്നു. പക്ഷേ റോയൽ ഡ്രൈവിന് സ്വന്തമായ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് കസ്റ്റമറുടെ എൻക്വയറി കിട്ടും. ഈ എൻക്വയറി വെച്ച് നല്ല വണ്ടികൾ നമ്മൾ സോർട്ട് ചെയ്ത് നമ്മൾ പർച്ചേസ് ചെയ്യും. അപ്പോൾ ആപ്പ് വരുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു? റോയൽ ഡ്രൈവിൽ ആദ്യമായിട്ട് കയറിയ സമയത്ത് ഒരു വാല്യൂഷന് പോയി കഴിഞ്ഞാൽ വണ്ടി കണ്ടു, ഇഷ്ടപ്പെട്ടതിന് ശേഷം നമുക്കിപ്പം അഡ്വാൻസ് കൊടുക്കണം, അങ്ങനെ കുറേ പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അന്ന് നമ്മൾ സ്റ്റാമ്പ് പേപ്പറിലാണ് നമ്മൾ എഗ്രിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഓക്കെ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാമ്പ് പേപ്പർ തപ്പി നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് തപ്പി ചിലപ്പോൾ കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ എടുക്കും. ഒരു സ്റ്റാമ്പ് പേപ്പർ 1.5 മണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ വെയിലാണേലും മഴയാണേലും നമ്മൾ ചെയ്തേ പറ്റും. അപ്പോൾ അത് കണ്ടുപിടിച്ച് സ്റ്റാമ്പ് പേപ്പറിൽ കണ്ട് അതിനുശേഷം കസ്റ്റമറുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ നമ്മുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കും. അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് അതിൻ്റെ എഗ്രിമെൻറ്റ് ചെയ്തിട്ട് നമുക്ക് വാട്സാപ്പ് ചെയ്ത് തരും. ആ വാട്സാപ്പിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു അക്ഷയോ അല്ലെങ്കിൽ ഫോട്ടോ പ്രിൻ്റ് എടുക്കുന്നിടത്ത് പോയിട്ട് നമ്മൾ പ്രിൻ്റൊക്കെ എടുത്ത് വീണ്ടും നമ്മൾ കസ്റ്റമർ എടുത്തേക്കും. ഓക്കെ. പിന്നെ കസ്റ്റമർ അടുത്ത് നിന്ന് നമ്മൾ എഗ്രിമെൻ്റ് എല്ലാം സൈൻ ചെയ്തതിന് ശേഷം കസ്റ്റമർക്ക് നോർമലി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. അന്ന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമ്മൾ കസ്റ്റമർ എടുത്ത് കഴിഞ്ഞാൽ 3 to 4 hours എടുക്കും. അത്രയും നേരം നമ്മൾ കസ്റ്റമർ എടുത്ത് അതിനുള്ള സമയമുണ്ട്. അത് നമുക്ക് കാണാം. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ആ ഒരു ബുദ്ധിമുട്ട് ഇല്ല. അന്ന് ഞങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ട് ഇപ്പം ആരും പേയ്മെൻറ്റ് നമ്മുടെ ഉദ്ദേശ പ്രോസസ്സെല്ലാം ആയി കഴിഞ്ഞാൽ
പർച്ചേസ് ആയിക്കഴിഞ്ഞാൽ ഒരു 5 minutes വേണ്ട, നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കാനുള്ള ഉണ്ട്. കാലം മാറുവാണല്ലോ. നമ്മളങ്ങനെ നമ്മുടെ രണ്ടാമത്തെ വണ്ടി കാണാൻ വന്നിട്ടുള്ളത്. ഇത് വണ്ടി ഏതാ? ഇത് ഓഡി A6 ആണ്, 2013 മോഡൽ. 2013 വണ്ടി. 13-14 രജിസ്ട്രേഷൻ. ഓക്കെ, അപ്പം ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 13 വർഷത്തോളം പഴക്കമുണ്ടല്ലേ? അപ്പോൾ ഇതുള്ള വണ്ടികൾ പരിശോധിക്കുമ്പോൾ എക്സ്ട്രാ കെയർ ചെയ്യണം നമ്മൾ. 100% നമ്മൾ നോക്കിയിരിക്കണം. ഇത് നല്ലപോലെ ടെസ്റ്റ് എടുക്കേണ്ടി വരും. സസ്പെൻഷൻ സൗണ്ട് നോക്കേണ്ടി വരും. ഓക്കെ, അത് എല്ലാ കാര്യവും നമ്മൾ നോക്കണം. നല്ലപോലെ ഓടിച്ച് നോക്കേണ്ടി വേണ്ടിയിട്ട് ഇത്രയും പഴയ മോഡലാകുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാ കാര്യവും നമ്മൾ സ്പഷ്ടമായിട്ട് നോക്കിയാൽ നമുക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അയൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വണ്ടി നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. ആദ്യം നമ്മളെന്ന് നോക്കാൻ പോണത്, നമ്മളത് എഞ്ചിൻ റൂമാണ് തുറന്നു നോക്കാം. ഓക്കെ, ഇപ്പോൾ ഒന്ന് ബോണറ്റാണ് നോക്കുന്നത്. ബോണറ്റ് റീപ്ലേസ്മെൻ്റ് ഉണ്ടോ അതോ എന്തെങ്കിലും ബോണറ്റ് അഴിച്ച് പണിതിട്ടുണ്ടോ നമുക്ക് അറിയാൻ പറ്റും. ബോണറ്റ് അഴിച്ച് നോക്കാൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്പാനർ പിടിച്ച പാട് നമുക്ക് കാണാൻ പറ്റും. ബോൾട്ടിൻ്റെ അവിടെ സ്പാനറിൻ്റെ പാട് കാണും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബോണറ്റ് എന്തോ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് സർവീസ് സെൻറ്ററിലോ അല്ലെങ്കിൽ പുറത്തെവിടെയോ ചെയ്യിച്ചിട്ടുള്ളതാണ്. അത് നമ്മൾ മെയിനായിട്ട് ഇവിടെ നോക്കണം. പിന്നെ നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഈ ക്വാർട്ടർ പാനലിൽ ഈ സ്ക്രൂ ഒക്കെ ഉണ്ടോ, ഈ സ്ക്രൂ ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിപ്പം ഹൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യും. പിന്നെ നമ്മൾ നോക്കുന്നത് താഴെ ഡെപ്തായിട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ നേരെ ഐ വ്യൂവിൽ കാണാൻ പറ്റുന്നത് വീട്ടിലെ ഓയിൽ ലെവൽ, ഓയിൽ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കും. പിന്നെ റേഡിയേറ്ററിൻ്റെ അവിടെ ശ്രദ്ധിക്കും. ഹെഡ്ലൈറ്റ്, ചില വണ്ടികളുടെ ഹെഡ്ലൈറ്റിന് അത് ഇയർ ഓഫ് മാനുഫാക്ചർ ആണ്. അപ്പോൾ അതില്ല മാറ്റം ഉണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യണം നമുക്കറിയാം. ഓക്കെ, അങ്ങനെ ഹെഡ്ലൈറ്റ് ചെക്ക് ചെയ്യും. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഒരു റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അത് എൻജിൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചെവി കൊണ്ട് കേൾക്കാൻ പറ്റാത്ത മൈന്യൂട്ടായിട്ടുള്ള പല സൗണ്ടുകളും വണ്ടിയിൽ കാണും. പ്രത്യേകിച്ച് പഴയ മോഡൽ വണ്ടിക്ക് നമുക്ക് നേരിട്ട് കേൾക്കാൻ പറ്റാത്ത സൗണ്ട് കേൾക്കാനുള്ള റിക്വയർമെൻറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അത് നമ്മൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മളത് നോക്കും. ഓക്കെ, പല വണ്ടികളിലും മനുഷ്യൻ്റെ ചെവി കൊണ്ട് കേൾക്കാത്ത പല സൗണ്ടുകളും ഉണ്ടാകും. അതൊക്കെ കണ്ടുപിടിക്കാനാണ് ഈ ഉപകരണം. ചുരുക്കി പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു പണിയായുധം കൂടിയാണ്. ഇത് എൻജിൻ്റെ അടുത്ത് വെച്ച് എൻജിൻ സ്റ്റാർട്ടാക്കിയാൽ എൻജിൻ്റെ അകത്തെ ചെറിയ ശബ്ദങ്ങൾ വരെ അറിയാൻ സാധിക്കും. ഈ പരിശോധിച്ച വണ്ടിയിൽ എനിക്ക് അങ്ങനെ കുറച്ച് അബ്നോർമൽ സൗണ്ട് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി എൻജിൻ്റെ ഒരു അബ്നോർമൽ സൗണ്ട് നല്ലപോലെ കാണുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ 2013 മോഡലാണ്. ഇത് 1,00,000 കിലോമീറ്റർ മുകളിൽ ഓടി. അപ്പം എന്നെ സംബന്ധിച്ചോളം ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം എനിക്കില്ല. ഈ വണ്ടി നമ്മൾ എടുക്കുന്നില്ല. ഈ വണ്ടി നമുക്ക് എടുക്കാനുള്ള ഓപ്ഷൻസ് എനിക്കില്ല. നമ്മൾ ആദ്യം കണ്ട വണ്ടി എൻജിൻ സൈഡ് ഓക്കെ, കുഴപ്പമില്ല. ആ GLSൻ്റെ കാര്യം ഞാൻ സംസാരിക്കുന്നത്, ആ വൈറ്റ് കളർ GLSൻ്റെ കാര്യമാണ്. പക്ഷേ GLSൻ്റെ എൻജിൻ സൈഡ് ഓക്കെയാണ്. അത്രയും കിലോമീറ്റർ ഓടിയാലും എൻജിൻ സൗണ്ടിൽ നിന്ന് വല്ല അബ്നോർമൽ സൗണ്ടൊന്നും ഇല്ലെങ്കിൽ പോലും അത് ഒത്തിരി റീപെയിൻറ്റുകൾ സംബന്ധിച്ചിട്ട് ഒരു ആക്സിഡൻറ്റ് കെയിമുള്ള വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ആ വണ്ടി നമ്മൾ റിജക്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ അതാണ്. നമ്മൾ ഇത്രയും വെയിലത്തൊക്കെ നിന്നിട്ടേ വണ്ടിയൊക്കെ പരിശോധിച്ചില്ല, ഇത്രയും ഓടി വന്നിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റില്ല. അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ? നമ്മൾ കാശ് കൊടുത്തെടുക്കുന്ന സാധനമല്ലേ. നമ്മൾ കാശ് കൊടുത്തെടുത്ത് നെക്സ്റ്റ് ഒരു കസ്റ്റമർക്ക് കൊടുക്കുന്നതോ നമ്മൾ ആ കൊടുക്കുന്ന പ്രൊഡക്റ്റിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണം. നാളെ ആ കസ്റ്റമർ എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറഞ്ഞ് റിട്ടേൺ കൊണ്ടുവരികയാണെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് കമ്പനിയെ സംബന്ധിച്ചോളം കമ്പനിക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ള വണ്ടികൾ പർച്ചേസ് ചെയ്യാത്തത്. റോയൽ ഡ്രൈവിനെ സംബന്ധിച്ചോളം നമ്മൾ ക്വാളിറ്റി വണ്ടികൾ, ജെന്യുവൻ സർവീസ് ഹിസ്റ്ററി അങ്ങനെയുള്ള വണ്ടികൾ മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. ഇതിപ്പോൾ പ്രസാദം പറഞ്ഞു വെച്ചാൽ നമ്മുടെ രണ്ടാമത്തെ വണ്ടി നമ്മളങ്ങനെ റിജക്റ്റ് ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ മൂന്നാമത്തെ വണ്ടിയാണ്. ബൈ 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 ഓടി ബൈ ബൈ. നമ്മൾ കാണാൻ പോകുന്ന വണ്ടി ഇതാ, C ക്ലാസ് ആണ്. C ക്ലാസ് ബെൻസിൻ്റെ. ബെൻസിൻ്റെ C ക്ലാസ്. ഇതെങ്ങനെ ശരിക്കും നടക്കും? എന്ത് തോന്നുന്നു? ഇതിപ്പോൾ നമ്മൾ വലിയൊരു ടൂർണമെന്റ് നടത്തിയിട്ട് അതിൽ നമ്മൾ ഒരുപാട് ടീമുകളെ സെലക്ട് ചെയ്ത് എല്ലാം ചെക്ക് ചെയ്ത് ലാസ്റ്റ് നമ്മളൊരു വിന്നറെ തിരഞ്ഞെടുക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ചാമ്പ്യനെ തിരഞ്ഞെടുക്കുന്നില്ലേ? അതുകൊണ്ട് എനിക്ക് ഫീൽ ആകുന്നുണ്ട്. നമ്മൾ ഒരുപാട് വണ്ടികൾ കണ്ട് ഒരുപാട് വണ്ടികളിൽ ബെറ്റർ നോക്കി ഏറ്റവും ബെസ്റ്റ് നോക്കിയിട്ട് ബെസ്റ്റസ്റ്റിന്റെ ബെസ്റ്റ് നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. ഉദ്ദേശം എത്ര വണ്ടികൾ പ്രസാദം ഇങ്ങനെ സെലക്ട് വെച്ചിട്ടുണ്ടാവും? 250 വണ്ടികളോളം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും നല്ല മധുരമായ ഒരു ഓർമ്മ എന്ത്? എൻ്റെ പർച്ചേസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പർച്ചേസ് എന്ന് പറയുന്നത് ഞാൻ കൊട്ടാരക്കരയിൽ ഒരു ജാഗ്വാർ XF കാണാൻ വേണ്ടി പോയിരുന്നു. ഓക്കെ, അതൊരു 2016 മോഡൽ ഒരു വൈറ്റ് കളർ ജാഗ്വാർ XF ആയിരുന്നു. അപ്പോൾ അത് കാണാൻ പോയപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ നിന്ന് വിളിച്ചപ്പോൾ കസ്റ്റമർക്ക് തന്ന അപ്പോയിൻമെൻറ്റ് ഈവനിങ് ഒരു 6 ആയിരുന്നു. വൈകുന്നേരം 6 മണിക്ക് എല്ലാമാണ് പറഞ്ഞത്. അപ്പോൾ ഞാനങ്ങനെ വൈകുന്നേരം 6 മണിക്ക് അദ്ദേഹത്തെ കാണാൻ പോവുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയപ്പോൾ
അദ്ദേഹം സ്ഥലത്തില്ല, ഒരു മണിക്കൂർ കഴിഞ്ഞ് വരുള്ളൂ എന്ന് പറഞ്ഞ് വണ്ടി കണ്ടോളാൻ പറഞ്ഞു. അതിൻ്റെ ഫാദറും മദറും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വണ്ടി കണ്ടു, നെഗോസിയേഷൻ നടന്നു. അദ്ദേഹം വന്ന് നെഗോസിയേഷൻ നടന്നില്ല. അതിനുശേഷം പുള്ളി പറഞ്ഞു, ഞാൻ ഹോട്ടലിൽ താമസിച്ചു, റൂം എടുത്ത് താമസിച്ചു. എല്ലാവരും ലേറ്റായിട്ട് താമസിച്ചു. നെക്സ്റ്റ് ഡേ പുള്ളിയെ കണ്ടപ്പോഴും പുള്ളി സമ്മതിച്ചില്ല. പക്ഷേ ഈവനിങ് ഞാൻ ഹോട്ടലിൽ നിന്ന് ഉച്ചയ്ക്ക് വെക്കേറ്റ് ചെയ്തിട്ട് ഞാൻ ഹോട്ടലിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്തപ്പോൾ സെയിം ഡേ നെക്സ്റ്റ് ഡേ ഞാൻ റൂം വെക്കേറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ തന്നെ ഹോട്ടലായിരുന്നു. അപ്പം എൻ്റെ വണ്ടി കിടക്കുന്നുണ്ട്, പ്രസാദ് എന്തുകൊണ്ട് പോയില്ലെന്ന് ചോദിച്ചു. മനസ്സിലായി എനിക്ക് ആ വണ്ടി തരുമെന്ന് ചോദിച്ചു. അത് അടുത്ത ദിവസം വൈകുന്നേരം ഒരു 5 മണി 6 മണി ആയപ്പോൾ ഞാൻ ആ വണ്ടി എടുത്ത്. അത്ര ലോങ് ടൈം ഞാൻ ഇരുന്നിട്ടില്ല, ഒറ്റ സ്ട്രെച്ചിൽ ഒരാൾക്ക് വേണ്ടിയിട്ട്. സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിനെ കൊടുത്ത പോലെ അതുപോലെ എനിക്ക് വണ്ടി വണ്ടിയും കൊടുത്തു. അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. 24 hours 24 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കിട്ടിയൊരു വണ്ടി. ഓക്കെ, അടിപൊളി. നമ്മളങ്ങനെ നമ്മുടെ മൂന്നാമത്തെ വണ്ടി കാണാനായിട്ട് വന്നിട്ടുള്ളത്. ശരിക്കും ഇത് നമ്മൾ കാണുന്ന പോലുള്ള ഭയങ്കര കഷ്ടപ്പാട് പിടിച്ചൊരു പണിയാണ്. കാരണം വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് പുള്ളി ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ശരിക്കും പല വണ്ടികളും അത്രയും ക്ലിയർ കട്ടായിട്ട് നോക്കുന്നത്. അപ്പം ഞാൻ വീഡിയോയുടെ ആദ്യഘട്ടത്തിൽ ഞാൻ വിചാരിച്ചിരുന്നു ഇതൊന്നും ഇങ്ങനെയൊക്കെ നോക്കുന്നത്, പോയി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കി ഇച്ചിരൊക്കെ നോക്കിയിട്ട് ചെയ്യുന്നില്ല. പക്ഷെ അതല്ല, ഒരു വണ്ടി അതിൻ്റെ എന്താ പറയുക പൊട്ടും പൊടിയും അടക്കം നോക്കിയിട്ടാണ് ഇവർ സെലക്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മളിപ്പോൾ കാണാൻ വന്നിരിക്കുന്നത് ഒരു മെഴ്സിഡീസിൻ്റെ ഒരു വണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ പെയിൻറ്റും കാര്യങ്ങളും നോക്കിയിരുന്നു, പെയിൻറ്റിൻ്റെ പേരിലാണ് റിജക്ട് ചെയ്തത്, ആക്സിഡൻ്റ് ആയെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു വണ്ടി നമ്മുടെ എഞ്ചിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് റിജക്റ്റ് ആകുന്നത്. ഈ വണ്ടി നമുക്ക് റിജക്റ്റ് ആകുന്നില്ലല്ലോ, നമുക്ക് നോക്കാം കേട്ടോ. പ്രസാദായിട്ട് എഞ്ചിൻ എങ്ങനെയുണ്ട്? എഞ്ചിൻ സൈഡൊക്കെ പക്കയാണ്. എഞ്ചിനൊന്നും കാണുന്നില്ല, റീപ്ലേസ്മെൻ്റ് ആയിട്ടൊന്നും കാണുന്നില്ല. ഓക്കെ, നല്ല ഗുഡ് ക്വാളിറ്റി ആയിട്ടാണ് കാണുന്നത്. ഇനി പെയിൻറ്റിൻ്റെ ക്വാളിറ്റിയും കൂടെ നോക്കണം. ഇവിടെ ഓക്കെയാണ്, പെയിൻറ്റും ഓക്കെയാണ്. മിക്കവാറും ഈ വണ്ടി ചിലപ്പോൾ നമ്മൾ എടുക്കും കേട്ടോ, വാങ്ങും. കാരണം കണ്ടിടത്തോളം നല്ല വൃത്തിയുണ്ട്, കാണാൻ നല്ല വൃത്തിയുണ്ട്. ഇത് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന AC എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യാൻ പോകണം. ഇതിൻ്റെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടെമ്പറേച്ചർ നോക്കി കഴിഞ്ഞാൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ AC എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. AC ഒക്കെ പക്കയാണ്. ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല, എല്ലാം നല്ലതായിട്ടുണ്ട്. പെയിന്റ്. അപ്പോൾ നമ്മൾ മിക്കവാറും ഈ വണ്ടി എടുത്തിട്ട് ഷോറൂമിലേക്ക് പോവാം. നോക്കണം. എനിക്ക് ഇന്ന് കുറച്ച് കാര്യങ്ങൾ എനിക്ക് നമ്മുടെ ബാക്കി കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. ഇപ്പം നമ്മൾ നോക്കിയ മൂന്ന് കാര്യങ്ങളെന്നല്ല, എല്ലാ ക്രൈറ്റീരിയയിലും വണ്ടി ഓക്കെയാണ്. ഇനി എനിക്ക് ഒന്നുകൂടെ നമ്മൾ നോക്കുമ്പോൾ ഒന്നുകൂടെ ഡീപ്പായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഞാൻ ആ ഒരു സ്റ്റെപ്പിലേക്ക് ഞാൻ പോവാണ്. ഓക്കെ, മല്ലുഭായ്, പണിയാണല്ലോ. എന്തുപറ്റി? ഇത് ഫ്ലഡ് വന്നിട്ടുണ്ട്. വണ്ടി ഫ്ലഡ് വെള്ളത്തിൽ കിടന്ന വണ്ടി. ഇത് വെള്ളത്തിൽ കിടന്ന വണ്ടി നല്ല ഫ്ലഡ് അഫക്ട് ചെയ്ത വണ്ടി. നമ്മൾ ഈ വണ്ടിയിൽ AC ഇട്ട് വീട്ടിലേക്ക് പോകണം കേട്ടോ. നമ്മളെല്ലാം മനസ്സിലാകുന്നത് അത് നമുക്ക് താഴെ നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. ഫ്ലഡാണ്, തുരുമ്പിന്റെ ഒക്കെ അംശം. 2020 വെള്ളപ്പൊക്കത്തിൽപ്പെട്ട വണ്ടി ആയിരിക്കും 100%. അതായത് ബാക്കിയെല്ലാം ഓക്കെയാണ്. അത് ഫ്ലഡ് അഫക്റ്റഡ് വണ്ടിയാണ്. അപ്പോൾ നമുക്കിതും നമ്മൾ ഒരു നിരാശയാണ്. ഈ വണ്ടി നമ്മൾ എടുക്കുന്നില്ല കേട്ടോ. അല്ല, നിങ്ങൾ മറ്റേ ആപ്പെടുത്ത് നോക്കിയാൽ അടുത്ത നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ടോ എന്നുള്ളത്. കാരണം ഇത്രയും നമ്മൾ വന്നിട്ട് ഒരു വണ്ടി പർച്ചേസിംഗ് സ്കീം നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ ജസ്റ്റ് നോക്കട്ടെ, എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇപ്പം നോട്ടിഫിക്കേഷനിൽ ഒരു വണ്ടിയുടെ എൻക്വയറി വന്നിട്ടുണ്ട്. അത് നോക്കട്ടെ, അത് എവിടെയാണെന്നുള്ളത് നോക്കട്ടെ. ഒരു വണ്ടി വന്നിട്ടുണ്ട്. 620 ആണ്. ഇവിടെ കുറച്ച് മാറും, ട്രാവലിംഗ് ഉണ്ട്. ഒന്ന് പോയി നോക്കിയാൽ എങ്ങനെയുണ്ടെന്ന്. ഞങ്ങൾ ആക്ച്വലി ഇപ്പം ഈ വീഡിയോ ചെയ്യാനുണ്ട് നമ്മൾ കൊച്ചി പരിസരത്തിൽ വണ്ടികൾ മാത്രം നോക്കുന്നില്ല കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ദൂരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്കിതിൽ പോയി നോക്കാം. ഈ ദൂരം പോയിട്ട് ആ വണ്ടിയും ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ തിരിച്ചു വരേണ്ടി വരും. അതേപോലെ തിരിച്ചു വരേണ്ടി വരും. ഇതാണ് നമ്മുടെ ഇത്. പ്ലസ് ഓർ മൈനസ് നമുക്ക് മഴയായാലും വെയിലായാലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണം. പ്രസാദ്, നമ്മളിപ്പോൾ ഓടി കണ്ടു, നമ്മൾ ബെൻസ് കണ്ടു, അതുപോലെ നമ്മൾ ഇങ്ങനെയുള്ള ഈ പ്രീമിയം വെഹിക്കിൾസ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ നോളജ് എങ്ങനെയാണ്? പക്ഷേ അതിൻ്റെ ട്രെയിനിങ് കാര്യങ്ങളുണ്ടോ? അതല്ല നിങ്ങൾക്ക് ഓക്കെ ഫോർ എക്സാമ്പിൾ പുതിയ ലേറ്റസ്റ്റ് വണ്ടി ഇറങ്ങി, ആ വണ്ടി ഇറങ്ങി അതിനെപ്പറ്റി എന്തെങ്കിലും വിവരമാണല്ലോ. നമ്മളൊക്കെ പോയി കഴിഞ്ഞാൽ ബബ്ബേ ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് ട്രെയിനിങ് കിട്ടുന്നത്? ഇതിപ്പോൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ചാൽ എനിക്ക് കയറിയ സമയത്ത് എനിക്ക് ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഇവിടെ വന്നു, എനിക്ക് അതിനുള്ള ട്രെയിനിങ് എനിക്ക് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് കിട്ടി. പിന്നെ ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് അതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് കറണ്ട് ഓരോ വണ്ടി നമ്മൾ റോഡിൽ ഇറങ്ങുമ്പോഴും അതിൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കമ്പനി
പുതിയതായിട്ട് ചെയ്യുന്നവർക്കും എനിക്കും അപ്ഡേഷൻ കിട്ടാറുണ്ട്. അപ്ഡേഷൻ കിട്ടിയാൽ മാത്രമേ പുതിയ ഓരോ വണ്ടികളുടെ ഇപ്പോൾ തന്നെ BMW ഫീച്ചേഴ്സൊക്കെ മാറി അടുത്തേക്ക് വരുമ്പോൾ അതെല്ലാം നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ട് നമുക്ക് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു പ്രൊഡക്റ്റ് നോളജിൽ അങ്ങനെ ഇപ്പം ആർക്കും സെയിൽസിലാണെങ്കിലും പർച്ചേസിലാണെങ്കിലും അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും. ഏതെങ്കിലും ഒരു വണ്ടി നോക്കാൻ പോയിട്ട് അത് അറിയാത്തത് കൊണ്ട് മടക്കിയ കേസുണ്ടായിരുന്നു ഏതെങ്കിലും വണ്ടി? ഇല്ല, ഒരിക്കലും അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഏത് വണ്ടിയും ഒരു വണ്ടി എനിക്ക് അങ്ങനെ അറിയാൻ മേലാത്തത് കൊണ്ട് മടങ്ങി വരേണ്ട ആവശ്യം എനിക്ക് ഇതേ. പർച്ചേസ് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും വില കൂടിയ വണ്ടിയാണ് നമ്മളിപ്പം വില കൂടിയ വണ്ടി വെച്ചാൽ കോടികൾ വില മതിക്കുന്ന ലംബോർഗിനി എടുത്തിട്ടുണ്ട്, ഉറൂസ് എടുത്തിട്ടുണ്ട്, പിന്നെ ബെന്റ്ലി ബെൻഡഗൻ എടുത്തിട്ടുണ്ട്, കൂടാതെ വേലാർ എടുത്തിട്ടുണ്ട്, അങ്ങനെ വോഗ് ഈ വണ്ടികളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ അപ്പോൾ തന്നെ അധികം താമസമില്ലാണ്ട വണ്ടികളെല്ലാം നമുക്ക് കച്ചവടമാക്കാനും പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിനായിക്കൊണ്ട് അതെല്ലാം യാതൊരു കുഴപ്പമില്ല. നമുക്ക് അങ്ങനെ ബജറ്റൊന്നുമില്ല, ഏത് ബജറ്റുള്ള വണ്ടികളും നമുക്ക് എടുക്കാൻ നമ്മളിപ്പോൾ പ്രാപ്തരാണ്. റോൾസ് റോയ്സ് വേണം നമ്മൾ എടുക്കും. അപ്പോൾ നമ്മുടെ വില കൊണ്ടായത് നമുക്ക് എന്തുകൊണ്ട് എടുത്തുകൂടെ? നമുക്ക് വിൽക്കാനുള്ള കോൺഫിഡൻസ് നമ്മുടെ സെയിൽസ് ടീമിനുണ്ട്, നമുക്ക് എടുക്കാൻ പർച്ചേസ് ചെയ്യാനുള്ള ഇതുമുണ്ട്. പിന്നെ അതുകൊണ്ട് നമുക്ക് അങ്ങനെ തരുന്നില്ല. നമുക്ക് വില കൊണ്ടായാൽ നമുക്ക് ഏത് വണ്ടി നമുക്ക് പർച്ചേസ് ചെയ്യാം. സമയം 4 മണിയുടെ അടുത്ത് കേട്ടോ. എൻ്റെ സൗണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ട് നിൽക്കലാണ്. ഇതിപ്പം നമ്മൾ സീരീസ് ചെയ്യുമ്പോൾ അതിൻ്റെ സൗണ്ട് പോകുന്ന സീരീസ് ചെയ്യുന്ന ഫീൽ ആയിപ്പോയി. അപ്പം ഈ വണ്ടി എന്തോ ഒരു പ്രതീക്ഷ ഉണ്ടാവോ കസ്റ്റമറുടെ? നമ്മൾ നേരത്തെ 3 വണ്ടികളുടെയും പ്രതീക്ഷയിലാണ് പോയത്. ഇപ്പോൾ കസ്റ്റമറുടെ സംസാരം കേട്ടിട്ട് ജെന്യൂൻ സർവീസാണ്, അങ്ങനെ ഹിസ്റ്ററിയോ ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അങ്ങനെയാണല്ലോ വോൾവോ വന്നത്. വോൾവോ ഇതുപോലെ തന്നെ ഇനിയിപ്പോൾ നോക്കട്ടെ, ഇതിൻ്റെയും കൂടെ നോക്കിയിട്ട് എന്നാലും ഒരു നമ്മൾ ഇത്ര പോയില്ല, കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഇത് കിട്ടില്ല, നമ്മൾ അടുത്ത വണ്ടി എടുത്തു അടുത്തേക്ക് കഷ്ടപ്പെട്ടാലും നമ്മളൊരു വിന്നറെയാണ് നമ്മൾ തിരിച്ചു ഷോറൂം വിന്നറെ കൊണ്ട് പോകണം. വീഡിയോയുടെ മിഡിൽ പറഞ്ഞില്ലേ നമ്മളൊരു ചാമ്പ്യനെ തേടി ഇറങ്ങിയല്ലോ. അപ്പോൾ ഒരു ചാമ്പ്യനെ കൊണ്ട് മാത്രമേ നമ്മുടെ ഷോറൂമിലേക്ക് തിരിച്ചു പോകണം. ഓ, നമ്മൾ ഇതുവരെ നോക്കിയ വണ്ടികളൊക്കെ വൈറ്റ് ആയിരുന്നത്, ഇപ്പോഴാണ് നമുക്ക് ബ്ലാക്ക് വരുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ കസ്റ്റമറോട് സംസാരിക്കും, ഞാൻ ജസ്റ്റ് വണ്ടി നോക്കിയിട്ട് നടക്കാം. ഞാൻ വണ്ടി ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. അത് നോക്കിക്കോട്ടെ വണ്ടി. ശരി ശരി. ഈ വണ്ടിക്കകത്തുണ്ടെന്നല്ലേ? ആ ശരി ശരി ശരി. നമ്മൾ ഫസ്റ്റ് ഏത് ടൂളാണ് പുറത്തിറക്കുന്നത്? നമ്മൾ ആദ്യം എൻജിൻ സൗണ്ടിൻ്റെ ഒക്കെ നോക്കാം. മിക്കവാറും ഈ എപ്പിസോഡ് കൂടിയിട്ട് ഞാൻ കേരളത്തിലൊരു പ്രൊഫഷണൽ പർച്ചേസറായിട്ട് മാറി കേട്ടോ. കാരണം ഇപ്പം ഞാനിപ്പോൾ കാര്യങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ എൻജിൻ സൗണ്ട് ഒന്ന് സ്റ്റാർട്ട് എൻജിൻ നോക്കാം. ഞാൻ സ്റ്റാർട്ട് എൻജിൻ സൗണ്ട് നോക്കാം. എനിക്കിത് പൊക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, വേറെ ഒന്നും അറിയില്ല. നമ്മുടെ വണ്ടിയെല്ലാം ബൈക്കാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ബോണറ്റ് നോക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കാനേ എനിക്കറിയും. അതിനപ്പുറം ഒന്നും അറിയില്ല. ഓപ്പണായിട്ട് പറഞ്ഞിട്ടെന്താ ബൈക്കാണ് നമുക്ക് എന്ത് കേട്ടോ. ഓക്കെ, ഇപ്പോൾ എൻജിൻ്റെ സംഭവമൊക്കെയാണ്. ഇനിയിപ്പോൾ നമുക്ക് 2-3 ടെസ്റ്റ് കൊണ്ട് രണ്ടല്ല കുറേ ടെസ്റ്റ് ഉണ്ട്. ഇവിടുത്തെ കുറച്ച് ബേസിക്കായ ടെസ്റ്റുകൾ എനിക്ക് കണ്ടെടുത്തോളം നല്ല കുഴപ്പമില്ല തോന്നുന്നു. നമുക്ക് നോക്കാം. ഇതിപ്പോൾ നമ്മൾ നോക്കുന്നത് കൂളിൻ്റെ അകത്ത് ഓയിലുണ്ടോ, കൂളിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ്. നമ്മളത് ഇങ്ങനെ എടുത്തിട്ട് ഈ കൂളിൻ്റെ കൊച്ചിലെടുത്തിട്ട് നമ്മൾ ഈ ഇതിൻ്റെ ഇവിടെ വച്ചിട്ട് നമ്മളിങ്ങനെ നോക്കും. ഇതിൽ കൂടെ നോക്കി കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഇതറിയാം. എന്താ അറിയാൻ പറ്റും? ഇത് നോക്കിക്കോളൂ, ഇതിൻ്റെ അകത്ത് നോക്കി അതിനകത്ത് കറക്റ്റായിട്ടുള്ള കാണിക്കുന്നില്ല റീഡിങ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, സ്കെയില് പോലെ എന്തെങ്കിലും സാധനം? അതെ, അത് കറക്റ്റായിട്ട് എടുക്കുന്നുള്ള ഇതാണ് 30-40. ഓക്കെ, ഇതെല്ലാം അത് കൃത്യ അളവാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, ഇതാണ് സാധനം കിട്ടും. ഇത് നമ്മളെ ബൈനോക്കുലർ പോലെയുണ്ട് കാണാൻ, പക്ഷെ ബൈനോക്കുലർ അല്ല, ഇത് കൂളൻ്റ് ഓയിൽ കൂളറാണ്. അതിൻ്റെ എന്ത് തോന്നുന്നു? ഓക്കെ അല്ല? ഓക്കെ ഓക്കെ, ഇതെല്ലാം ഓക്കെ. വല്ലുഭായ്, ഇത്ര നേരം നോക്കിയിൽ കണ്ട ടെസ്റ്റിലെല്ലാം പാസ്സായിട്ടുണ്ട്. പാസ്സായി. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം ഒന്ന് ടെസ്റ്റ് എടുത്ത് നോക്കാം. സൗണ്ടോ അങ്ങനെ വല്ല സൗണ്ട് ഉണ്ടോ നോക്കി കഴിഞ്ഞാൽ അതില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ച് റേറ്റ് കൊണ്ടാകുവാണെങ്കിൽ നമുക്ക് ഇതിനെ കൊണ്ടങ്ങ് പോയേക്കാലോ. വണ്ടി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് എടുക്കുമ്പോഴും നോക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ
സ്റ്റിയറിംഗ്, എൻജിൻ മൗണ്ട്, ഗിയർ ബോക്സ് മൗണ്ട് എന്ന് വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ 4 പവർ വിൻഡോസ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. പിന്നെ 2 സൈഡിലും മിറർ ഫോൾഡിങ് അൺഫോൾഡിങ് അത് നമ്മൾ നോക്കണം. പിന്നെ നമ്മൾ സൺറൂഫ് നോക്കണം. ടെസ്റ്റ് ടൈം നോക്കേണ്ടതൊക്കെ പ്രത്യേകിച്ച് മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്. ഇതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എമൗണ്ട് വരുന്ന കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ പാഡൽ ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഓട്ടോമാറ്റിക്കലി ഗിയർ മാറുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ നോക്കണം. ഇപ്പോൾ ഞാൻ ഓടിച്ച് നോക്കിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലായിട്ട് കാണുന്നുണ്ട്. വണ്ടി വലിയ കുഴപ്പമില്ല, സർവീസ് എല്ലാം ജെന്യൂനാണ്, ടയർ കണ്ടീഷനുണ്ട്, റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല, റീപെയിൻ്റ് ഒന്നുമില്ല, ഏകദേശം നല്ല പെർഫെക്റ്റ് വണ്ടിയാണ്. ഇനി നമുക്ക് വേണ്ട എന്താണ് അടുത്ത സ്റ്റെപ്പ്? ഇതിൽ ഏറ്റവും ക്രിട്ടിക്കലായിട്ട് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിനി ഇതിൻ്റെ പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. എനിക്കൊരു കാര്യം വ്യക്തമായിട്ട് തോന്നിയത് ഞാനിവിടെ ചെന്നപ്പോൾ കണ്ടത് അദ്ദേഹം മാത്രമേ ഇവിടെയുള്ളൂ. അപ്പോൾ എൻ്റെ സംശയം, എൻ്റെ ക്ലിയർ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹമായിരിക്കും ഡിസിഷൻ മേക്കർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം നമ്മൾ പല വീടുകളിലും പോകുമ്പോൾ ഭാര്യ കാണും, മക്കൾ കാണും, മരുമക്കൾ കാണും, ആരെങ്കിലും കാണും. അപ്പം ഇതിൽ നമുക്ക് ഒരാളെ മാത്രം കൺവിൻസ് ചെയ്താൽ മതി. മറ്റേതാകുമ്പോഴത്തേക്ക് 3-4 പേരെ നമുക്ക് കൺവിൻസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ പണി നേരത്തെക്കാളും ഇച്ചിലൂടെ എളുപ്പത്തിൽ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം ഞാൻ വണ്ടിയുടെ RC ബുക്കിൻ്റെ കാര്യങ്ങൾ നോക്കി, ഫിനാൻസ് ഒന്നുമില്ല. അപ്പോൾ നമുക്കിനി വില കൊണ്ടായാൽ ഇന്ന് തന്നെ പർച്ചേസ് പോകാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ വല്ലഭായ്, അവസാനം ഞാനൊരു വിന്നറെ കിട്ടുമോ? സീരിയസ്ലി? യെസ്. എൻ്റെ മോനെ, ഫൈനൽ ഇത് കഴിഞ്ഞ് ഏതായാലും എനിക്ക് കഷ്ടപ്പെട്ടിട്ട് വരില്ല. കാരണം നമ്മൾ വിന്നർ കിട്ടിയിട്ട് മാത്രമേ ഈ എപ്പിസോഡ് തീർക്കുള്ളൂ. ഞാൻ പറഞ്ഞത് സൗണ്ട് എനിക്ക് കുറച്ചുകൂടെ കഴിഞ്ഞാൽ കാറ്റ് മാത്രമേ വരുള്ളൂ. അപ്പോൾ ഏതായാലും കിട്ടി. ഇതും കൊണ്ട് പോയേക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ എന്തെങ്കിലും ഇൻസ്പെക്ഷൻ എന്തെങ്കിലും ചെയ്യാം? ഒന്നുമില്ല. എന്തുകൊണ്ട് നമ്മളെല്ലാം ക്ലിയർ ആക്കി നമ്മൾ ഷോറൂം നമുക്ക് വിട്ടാലോ? ഓക്കെ. പിന്നെ ഡിസ്പ്ലേയും കൂടി ഇങ്ങനെ പിടിച്ചോ, വണ്ടി കയറിക്കോ. ഇന്ന് നമ്മൾ കണ്ട 4 വണ്ടികളിൽ ആദ്യത്തെ വണ്ടി GLS റിജക്ട് ചെയ്യാനുള്ള കാര്യം, അത് ഒത്തിരി ക്ലെയിം നടന്നിട്ടുണ്ട്, ഒത്തിരി റീപ്ലേസ്മെൻറ്റ് നടന്നിട്ടുണ്ട്. ഒരു ആക്സിഡൻറ്റ് വെഹിക്കിൾ ആയതുകൊണ്ടാണ് നമ്മളത് റിജക്റ്റ് ചെയ്തത്. രണ്ടാമത് കണ്ട Audi A6, അതിൻ്റെ അകത്ത് എൻജിനിൽ നിന്ന് അബ്നോർമലായ പല സൗണ്ടുകൾ നമ്മൾ കണ്ടു. അത് എൻജിൻ പണിക്കുള്ള ഇത് സാധ്യത നമ്മൾ കണ്ടുകൊണ്ട് ആ വണ്ടി നമ്മൾ റിജക്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ കണ്ടത് മൂന്നാമത്തെ വണ്ടിയാണ്. മൂന്നാമത്തെ വണ്ടി കണ്ടതിന് റിജക്റ്റ് ചെയ്യാനുള്ള കാര്യം, വണ്ടി എല്ലാ പക്കാ കണ്ടീഷനായിരുന്നെങ്കിൽ പോലും അത് ഫ്ലഡ് എഫക്റ്റഡ് ആയിരുന്നു നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയതുകൊണ്ടാണ് നമ്മൾ അത് റിജക്റ്റ് ചെയ്തത്. നാലാമത്തെ കണ്ട വണ്ടി, അത് യാതൊരു കുഴപ്പമില്ലാത്ത പെർഫെക്റ്റ് സർവീസ്, ഒരു റീപ്ലേസ്മെൻറ്റോ ഒരു സ്ട്രക്ചറൽ ഡാമേജും ഇല്ലാത്തൊരു വണ്ടി ആയതുകൊണ്ട് നമ്മളതെടുത്തു. നമ്മുടെ ഇന്ന് വാങ്ങിക്കുന്ന ഓരോ കസ്റ്റമർക്കും അവനെ സംബന്ധിച്ചോളം അതൊരു പുതിയ വണ്ടിയാണ്. അവർ നൽകുന്ന ആ മണി വാല്യൂ നമ്മൾ റിട്ടേൺ കൊടുക്കേണ്ടത് ഞങ്ങളെപ്പോലത്തെ ഇവാലുവേറ്റേഴ്സിൻ്റെ കടമയാണ്. അതുകൊണ്ട് ഞങ്ങൾ നല്ല വണ്ടികൾ മാത്രം സെലക്ട് ചെയ്ത് ഞങ്ങൾ കസ്റ്റമേഴ്സ് കൊടുക്കുന്നു. 1-2 ദിവസങ്ങളിൽ ഞങ്ങൾ പുറത്തുപോയി വണ്ടികൾ കാണുമ്പോൾ എത്രയോ വണ്ടികളാണ് ഞങ്ങൾ റിജക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ കസ്റ്റമേഴ്സിന് നല്ല വണ്ടികൾ കൊടുക്കുക എന്നുള്ള പരമമായ ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് നമ്മൾ ഇങ്ങനത്തെ ഇത് ചെയ്യുന്നത്. ഞങ്ങളെപ്പുറത്തെ പർച്ചേസുകാരുടെ കടമയാണ് അത് ചെയ്തു കൊടുക്കുക എന്നുള്ളത്. പലരും എന്നോട് ചോദിക്കും, നിനക്ക് ഈ ജോലി മതിയായില്ലേ? ഇല്ല, ഓരോ ദിവസവും ഓരോ ചാമ്പ്യന്മാരെ കണ്ടെത്തുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇവിടെ വരുന്ന ഓരോ കസ്റ്റമേഴ്സിനും 100% ക്വാളിറ്റിയുള്ള വണ്ടികൾ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇത് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾക്ക് വേണം. നമസ്കാരം. പ്രസാദേട്ടനെ പോലെ പലരുണ്ട് നമുക്കിടയിൽ. അവരെപ്പോഴും ഗാലറിക്ക് പുറകിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ കാണണമെന്നില്ല. ഈ വീഡിയോ ഞാൻ കേരളത്തിലെ വാഹന രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു. നാളെ നമ്മുടെ വീട്ടിലും ഇതുപോലെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി, അവരും ഒരു ജാമ്യത്തെ തേടിയുള്ള കഷ്ടപ്പാടിലായിരിക്കുന്നു.